നമ്മൾ ഖബർ കാണുന്നവരാണ്. ഖബർ നമ്മളോട് പറഞ്ഞു തരികയാണ്, അന ബൈത്തുൽ മാ, പൊന്നുമോനെ എന്റെ വീടിനകത്തൊരു മിന്നാമിനുങ്ങിയുടെ വെളിച്ചം പോലുമില്ല. എന്റെ ഖബറിനകത്ത്, ഖബറെന്ന് പറയുന്ന എന്റെ വീടുണ്ടല്ലോ, അതിനകത്ത് പ്രകാശമില്ല, അതിനകത്ത് വിളക്കില്ല, അതിനകത്ത് വെളിച്ചമില്ല. അതുകൊണ്ട് പൊന്നുമോനെ എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഒരു വിളക്കുമായിട്ട് വേണം നീ കടന്നു വരേണ്ടതെന്ന് കൊതാ ഖബർ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഓരോ മയ്യത്ത് കൊണ്ട് ഖബറിനകത്ത് ഇറക്കി വെച്ചിട്ട് പലകകളെടുത്ത് നിരത്തുകയാണ്. ഒരൽപ്പം പ്രകാശം പോലും അതിനകത്തേക്ക് കിടക്കുന്നില്ലല്ലോ, ഒരൽപ്പം പ്രകാശം പോലും അതിനകത്തേക്ക് കിടക്കുന്നില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഖബറിനകത്തതാ അവസാന പലകകൾ മുഴുവനും നിരത്തി വെച്ചതിന് ശേഷം എവിടെയെങ്ങാണം ഒരൽപ്പം ഗ്യാപ്പ് വന്നു പോയാ പച്ചിലകൾ പറിച്ച് അതുപോലും നമ്മൾ അടയ്ക്കുന്നവനാണ്. അതിനകത്ത് വല്ലാത്ത ഇരുള, അതിനകത്ത് വല്ലാത്ത ഇരുള. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖബർ പറയുന്ന ചെറുപ്പക്കാരാ, എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്റെ പൊന്നുമോനെ ഒരു വിളക്ക് കൂടെ കൊണ്ടുവരണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ, ആദ്യ മണ്ണിനകത്തേക്ക് കടന്നു പോകുമ്പോ കൊണ്ടുപോകാറുള്ള പ്രകാശമേതാ? പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ ഖബറിലേക്ക് കൊണ്ടുപോകേണ്ട പ്രകാശം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജ്. പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ, ഇന്ന് വഅദ് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി വീട്ടിൽ പോയി എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. എന്നിട്ടതാ പാതിരാത്രി 2 മണിക്ക് 3 മണിക്ക് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് അല്പം മുമ്പെങ്കിലും എഴുതിയിട്ട് അതാ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, 2 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉപ്പാ, പാതിരാത്രിയിൽ എഴുതിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, അത് നിന്റെ ഖബറിനകത്ത് പ്രകാശമാണ്, അത് നിന്റെ ഖബറിനകത്ത് പ്രകാശമാ. അതുകൊണ്ട് നീ തഹജ്ജുദ് നിസ്കരിക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ, ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പാതിരാത്രി എഴുതിയിട്ട് നിസ്കരിക്കാറുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ദുആ ചെയ്താ സ്വീകരിക്കുന്ന 11 സമയങ്ങളുണ്ട്. ദുആ ചെയ്താൽ എന്തു ചോദിച്ചാൽ റബ്ബ് തരുന്ന 11 സമയങ്ങളുണ്ട്. എന്ത് റബ്ബിനോട് ചോദിച്ചാൽ തരുന്ന 11 സമയമുണ്ട്. ആ 11 സമയങ്ങളിൽപ്പെട്ട ഒരു സമയമേതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സാലിഹത്തായ ഭാര്യ നിനക്ക് വേണോ? നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്റെ ബാപ്പയെയും ഉമ്മയെയും സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുന്ന, നിന്നെ ചതിക്കാത്ത വഞ്ചിക്കാത്ത ഒരു സാലിഹത്തായ പെണ്ണ് നിനക്ക് വേണോ? ഒരു നല്ല ജോലി നിനക്ക് വേണോ? ഒരു നല്ല ജീവിതം നിനക്ക് വേണോ? നിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറണോ ചെറുപ്പക്കാരാ? സ്വന്തമായിട്ടൊരു ഭവനം വേണ്ടവരുണ്ടല്ലോ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ, ഒരുപാട് രോഗങ്ങൾ പിടിപെട്ട് കണ്ണീര് കുടിക്കുന്നവരുണ്ടല്ലോ, പെമ്മക്കളെ, പ്രായമായ പെമ്മക്കളെ വീട്ടിൽ വെച്ചിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ മക്കൾക്ക് നല്ല ഒരു ഭർത്താവിനെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാത്രിയിൽ 2 മണിക്ക് 3 മണിക്ക് എഴുതിയിട്ട് പടച്ചവന്റെ മുന്നിൽ ഉളുവെടുത്തിട്ട് നിസ്കാര പായിലിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കടന്നുകൊണ്ട് കടച്ചവരോട് ദുആ ചെയ്യ പൊന്നുമോര്, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യാ സ്വഹാബാ, തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ, അതാരുടെ മണ്ണിനകത്തെ പ്രകാശമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പള്ളിക്കാട്ടിലേക്ക് യാത്രയാകേണ്ടവരാണ് എത്രയെത്രയോ കൊലകൊല്ലന്മാര്, ഈ നാടിനെ വിറപ്പിച്ചവര്, എത്രയെത്രയോ കൊട്ടാരങ്ങൾക്കുള്ളിൽ കഴിഞ്ഞു പോയവര്, വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുപോയി ജനാസ നിസ്കരിച്ച് കബറടക്കിയവരാ. നിങ്ങളും അതുപോലെ പോകേണ്ടവരാ, നിങ്ങളും അതുപോലെ പോകേണ്ടവരാ.
കബറിലാണ്. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണെങ്കിലും, അവന്റെ മയ്യത്ത് പൊതിയുന്നത് 3 കഷ്ണം വെള്ള തുണിയിലാ. ഒരു നല്ല വസ്ത്രമല്ല, ഒരു കളർ വസ്ത്രമാ മനുഷ്യനെ ധരിപ്പിക്കാറില്ല. ഈ മനുഷ്യൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും ആ മനുഷ്യരോടൊരു പരിഗണനയും നൽകാറില്ല. കടത്തുണ്ടെങ്കിൽ കിടന്ന് മരിക്കുന്ന മുസ്ലിമാണെങ്കിലും ആ മനുഷ്യന്റെ ജനാസയും വെള്ളത്തുണിയിലാണ് പൊതിയുന്നത്. അതുകൊണ്ട് സഹോദരാ, എത്ര കൊട്ടാരത്തിന്റെ അകത്ത് കഴിയുന്നവനാണെങ്കിലും മണ്ണിൽ പോയി കിടക്കേണ്ടവനാണ്. നിന്റെ വീടിനകത്ത് പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ ഒരു 5 മിനിറ്റ് ലൈറ്റ് അടച്ചിട്ട് ഒറ്റക്കിരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? വല്ലാത്ത പേടിയുള്ളവനല്ലേ, വല്ലാത്ത ഭയമുള്ളവനല്ലേ? ആരും തിരിഞ്ഞു നോക്കാത്ത ഈ നാടിന്റെ ഏതോ ഒരു സൈഡില് ഒരു വീട് പോലുമില്ലാതെ ഒരു പള്ളിക്കട ചുറ്റുപാട് കബറുകൾ കാണുന്നവരല്ലേ? കൊട്ടാരത്തിന്റെ അകത്ത് കഴിഞ്ഞ നിന്നെ അവിടെ നിന്റെ മക്കള് കൊണ്ടിടുന്ന ദിവസമുണ്ടല്ലോ, നിന്റെ ഭാര്യ കൊണ്ടിടുന്ന ദിവസമുണ്ടല്ലോ, നിന്റെ മാതാപിതാക്കൾ കൊണ്ടിടുന്ന ദിവസമുണ്ടല്ലോ. അന്നത്ര സ്നേഹമുള്ള മക്കളാണെങ്കിൽ വാപ്പാ ഞാനും കൂടെ വരാമെന്ന് പറയുന്നവര് പൊന്നുപോലും നമുക്കില്ല. നിങ്ങളില്ലാതെ ഒരു രാത്രി പോലും ഉറങ്ങാത്ത നമ്മുടെ ഭാര്യയുണ്ടല്ലോ. വെള്ള തുണിയിൽ പൊതിഞ്ഞ് ജനാസ എടുക്കുമ്പോ എന്റെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ, എന്റെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ. ഞാനില്ലാതെ ആ മനുഷ്യൻ ഉറങ്ങാൻ കഴിയില്ല. ആ മനുഷ്യന് ഈ വീടിനകത്ത് കബറടക്കാൻ ഒരു പെണ്ണും പറയാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തനിച്ചു പോകേണ്ട കബറാട്. അതിനകത്ത് വല്ലാത്ത ഇരുളാ പൊന്നുപോരെ, ഒരൽപ്പം പോലും പ്രകാശമില്ല പൊന്നുപോരെ. അതിനകത്ത് പ്രകാശം വേടോ, അതിനകത്ത് വെളിച്ചം വേടോ. പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കു ചെറുപ്പക്കാരാ. ഒരു 2 റക്അത്തെങ്കിലും പാതിരാത്രി സുബഹി ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് നിസ്കരിച്ചോ പൊന്നുപോരെ. അത് നല്ല സ്വഭാവമാ ചെറുപ്പക്കാരാ. അതെല്ലാവരെ കൊണ്ട് കഴിയുന്നതല്ല, അതെല്ലാവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സലാസത്തുൻ യുഹിബ്ബുഹുമുല്ലാഹ്. 3 വിഭാഗം ജനങ്ങൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. 3 വിഭാഗം ജനങ്ങളെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ആ 3 വിഭാഗം ജനങ്ങളുണ്ടല്ലോ, അതിലൊന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹു സ്നേഹിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു സ്നേഹിക്കുന്ന അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവന് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് പൊന്നുപോരെ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണ്. പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ കബറിനകത്ത് പ്രകാശമായി കടന്നു വരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖബർ 5 കാര്യം കൊണ്ടുപോകാൻ പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അനബൈത്തുൽമാ. പൊന്നുമോനെ, എന്റെ ഖബറിനകത്ത് വല്ലാത്ത ഇരുളാ ചെറുപ്പക്കാരാ. അതിലേക്ക് കടന്നു വരുമ്പോ ഒരു വിളക്കുമായി കടന്നു വരണേ എന്ന് ഖുർആൻ